പടിക്ക് പുറത്താക്കാൻ അമിത്ഷാ എടുത്ത തീരുമാനം കൃത്യമായിരുന്നു. രാജ്യത്തെ മാവോവാദികളെയും നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കാതെ വിശ്രമമില്ല എന്ന അമിത്ഷായുടെ മുദ്രപ്രതിജ്ഞ പശ്ചിമ ബംഗാളിലെ വിജയത്തോടെ ഫലം കാണുകയാണ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP നേടിയ ചരിത്ര വിജയത്തിന് പിന്നിൽ പാർട്ടിയുടെ ചാണക്യൻ. നിരവധി ചരിത്ര വിജയങ്ങളിലൂടെ ശില്പി കൂടിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്ത്രപരമായ കഴിവുകളും വിപുലമായ അനുഭവ സമ്പത്തുമാണ്. അദ്ദേഹം 14 ദിവസം ബംഗാളിൽ തമ്പടിക്കുകയും പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. തന്ത്രം പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി മാർഗനിർദ്ദേശം നൽകുന്നതിനായി അദ്ദേഹം രാത്രി വൈകിയും പാർട്ടി നേതാക്കളുമായി തുടർച്ചയായ സംഘടനാ യോഗങ്ങൾ നടത്തി. റാലികളിലും റോഡ് ഷോകളിലും ദിവസം ചിലവഴിച്ചു. അവയിൽ കുറഞ്ഞത് 50 എണ്ണം ബംഗാളിലുടനീളം ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ BJP അധികാരത്തിൽ വന്നാൽ സർക്കാർ ജീവനക്കാർക്കുള്ള 7ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കൽ, ഗുണ്ടകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും കർശനമായി നേരിടുമെന്ന പ്രതിജ്ഞ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തി. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം BJP ഇതിനകം തന്നെ 110 സീറ്റുകൾ നേടിയിട്ടുണ്ടെന്നും 2ാം ഘട്ടത്തിൽ കൂടുതൽ വിജയത്തിന് വഴിയൊരുക്കുമെന്നും ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് BJPയുടെ വരാനിരിക്കുന്ന വിജയത്തിൽ പൊതുജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി. പ്രത്യേകിച്ചും 2ാം ഘട്ടത്തിൽ പാർട്ടിക്ക് ഇത് നേരത്തെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളിയായി കണക്കാക്കപ്പെട്ടിരുന്നു. തൽഫലമായി തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ കോട്ട തകർക്കുന്നതിൽ BJP വിജയിച്ചു. ഷായ്ക്കൊപ്പം 5 കേന്ദ്ര നേതാക്കൾ വഹിച്ച തന്ത്രപരമായ പങ്കുകൾ ബംഗാളിൽ BJPയുടെ വിജയത്തിന് ആക്കം കൂട്ടി. സംഘടനാ കാര്യങ്ങൾ മുതൽ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് വരെ അവർ ഒരു യോജിച്ച ടീമായി തടസ്സമില്ലാതെ പ്രവർത്തിച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മുഴുവൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും മുഖ്യ തന്ത്രജ്ഞനായി സേവനമനുഷ്ഠിച്ചു. സമൂഹങ്ങൾക്കിടയിലും സാമൂഹിക തലങ്ങളിലുമുള്ള ഏകോപനം സുഗമമാക്കുന്നതിന് അദ്ദേഹം പ്രവർത്തിച്ചു. കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന യൂണിറ്റിനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുക, കേന്ദ്ര നേതൃത്വത്തിന്റെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ മാനേജ്മെന്റും സന്ദർശനങ്ങളും ഉറപ്പാക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പങ്ക്. സംഘടനാ വൈവിധ്യത്തിൽ അഗ്രഗണ്യനായ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് സൂക്ഷ്മ മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പാർട്ടി പ്രവർത്തകരെ ബൂത്ത് തലം വരെ അണിനിരത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സങ്കീർണമായ നിയമപരമായ സങ്കീർണതകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ വിപുലമായ അനുഭവം ബംഗാളിലെ വെല്ലുവിളി നിറഞ്ഞ തിരഞ്ഞെടുപ്പ് രംഗത്ത് വിലമതിക്കാനാവാത്തതായി തെളിഞ്ഞു. BJP ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ മുൻപ് ഉത്തർപ്രദേശിൽ BJP അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് നയിച്ചിരുന്നു. ബംഗാളിൽ അദ്ദേഹം അടിത്തട്ടിൽ പന്ന പ്രമുഖന്മാരുടെ ഒരു ശക്തമായ സൈന്യത്തെ കെട്ടിപ്പടുത്തു. തൃണമൂലിന്റെ കേഡറധിഷ്ഠിത സംവിധാനത്തെ നേരിടാൻ BJPക്കായി ശക്തവും അച്ചടക്കവുമുള്ളതുമായ ഒരു സംഘടനാ ഘടന കെട്ടിപ്പടുക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക ശ്രദ്ധ. മുൻ ത്രിപുര മുഖ്യമന്ത്രി ബിപ്ലബ് ദേബിന് തന്റെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെതിരെ പോരാടുന്നതിനും ഒടുവിൽ അവരെ പുറത്താക്കുന്നതിലും നേരിട്ട് പരിചയമുണ്ട്. ബംഗാളിൽ പ്രത്യേകിച്ചും ത്രിപുരയുടേതുമായി സാമ്യമുള്ള സംസ്കാരവും ഭാഷയുമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പ്രാദേശിക പാർട്ടി പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്നതിലും ആക്രമണാത്മകമായ പ്രചാരണ ശൈലി വളർത്തിയെടുക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഡിജിറ്റൽ രംഗത്ത് ആഖ്യാനങ്ങളുടെ പോരാട്ടത്തിന് BJP IT സെൽ മേധാവി അമിത് മാളവിയ നേതൃത്വം നൽകി. സന്ദേശ് ഖലി മുതൽ RG കാർ മെഡിക്കൽ കോളേജ് കേസ് വരെയുള്ള പ്രധാന സംഭവങ്ങൾ ആഴത്തിലും ശ്രദ്ധയോടെയും സംവേദനക്ഷമതയോടെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഇത് ഭരണകക്ഷിയായ തൃണമൂലിനെതിരെ സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു. ഡിജിറ്റൽ ചാനലുകളിലൂടെ തൃണമൂലിന്റെ പ്രചാരണ യന്ത്രങ്ങൾക്ക് ശക്തമായ ഒരു പ്രത്യാക്രമണം അദ്ദേഹം ആരംഭിച്ചു. മൊത്തത്തിൽ ഈ നേതാക്കളുടെ കൂട്ടായ പരിശ്രമമാണ് ശക്തമായ ശക്തി കേന്ദ്രമായ ബംഗാളിൽ BJPക്ക് ഇത്രയും വലിയ വിജയം നേടാൻ സഹായിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.